സാർ എനിക്ക് പ്രീവിയസ് ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്, ആ ഒരു കേസ് ഉണ്ട്, അപ്പൊ അതൊക്കെ എന്റെ നിയമനത്തെ ബാധിക്കും, അപ്പൊ ഞാൻ ഇനി പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ജോലി പ്രവേശിച്ച ഒരു 6 മാസത്തിനകം പോലീസ് എന്ത് ചെയ്യും? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കും. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോകളിലായിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കും, അതിന് ആൻസറുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കൂടുതൽ ആളുകൾ ചോദിച്ച ചില സംശയങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഏറ്റവും ആദ്യമേ ആയിട്ട് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം, പോലീസ് വെരിഫിക്കേഷൻ ഈ CSEB എക്സാമുകൾക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഉദ്യോഗാർത്ഥിയെ ബാധിക്കുക എന്നൊക്കെയാണ് കൂടുതൽ പേരും ചോദിച്ചത്. എല്ലാവരും ചോദിച്ചു, സാർ എനിക്ക് പ്രീവിയസ് ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്, ആ ഒരു കേസ് ഉണ്ട്, അപ്പൊ അതൊക്കെ എന്റെ നിയമനത്തെ ബാധിക്കും, അപ്പൊ ഞാൻ ഇനി പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇൻ കേസ് ഞാൻ ജോലി കയറിയാലും പോലീസ് ക്ലിയറൻസ് കിട്ടിയില്ല എങ്കിൽ ഞാൻ പെട്ടുപോയില്ല എന്നൊക്കെ ചോദിക്കുന്ന കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഡൗട്ടുകളൊക്കെ നിങ്ങൾ ചോദിച്ചത് നമ്മൾ കമന്റ് ബോക്സിൽ ഇട്ടിരുന്ന ഒരു ഗൂഗിൾ ഫോം വഴിയായിരുന്നു. അപ്പോൾ ആ ഒരു ഗൂഗിൾ ഫോം എന്ത് ചെയ്തിരിക്കാം, ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇനിയുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സ്വാശ്രയ സ്കൂളുകളിലേക്കുള്ള അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിലേക്കുള്ള അപ്പോയിന്റ്മെന്റിന് എല്ലാം തന്നെ പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയത്. നമുക്കറിയാം സെക്ഷൻ 80 KCS ആക്ട് സെക്ഷൻ 80 എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന പ്രകാരം ആണ് നമുക്ക് എന്ത് വേണ്ടി വരുന്നത്? പോലീസ് ക്ലിയറൻസ് വേണ്ടി വരുന്നത്. അതായത് നമ്മുടെ പൂർവ്വകാല ചരിത്രം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയിരിക്കുന്നത്. പണ്ട് നമുക്ക് PSCയിൽ മാത്രമായിരുന്നു. PSC ഇപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനകം പോലീസ് ക്ലിയറൻസ് അല്ലെങ്കിൽ പോലീസ് നമ്മുടെ പശ്ചാത്തലം അന്വേഷിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ, നമ്മൾ ഏതെങ്കിലും കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഒരു പോലീസ് ക്ലിയറൻസ്, നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവം കൊടുക്കുമായിരുന്നു. അപ്പം ആ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് നമുക്ക് വളരെ മോശം ഒരു റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. PSCയുടെ കേസിൽ ഇപ്പൊ നമ്മുടെ സഹകരണ മേഖലയിൽ നമ്മുടെ CSEB എക്സാമുകളിലും ഈ ഒരു പാറ്റേൺ കൊണ്ടുവരികയാണ്. അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ സർവീസിൽ തുടരുവാൻ അനുവദിക്കാത്തതാണ് നമ്മുടെ ഒരു പുതിയ നിയമം എന്ന് പറയുന്നത്. ജോലി പ്രവേശിച്ച ഒരു 6 മാസത്തിനകം പോലീസ് എന്ത് ചെയ്യും? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കും. ഇപ്പൊ നമ്മൾ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന സ്ഥലത്തെ പോലീസ് എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, നമ്മൾ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ വിശദമായിട്ട് അന്വേഷിച്ചിട്ട് ആ ഒരു റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ നിയമനാധികാരി. ഇപ്പൊ നമ്മൾ സഹകരണ ബാങ്കിലാണെങ്കിൽ നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്ന അപ്പോയിന്റിംഗ് അതോറിറ്റിയിലേക്ക് എന്ത് ചെയ്യും? ഈ ഒരു റിപ്പോർട്ട് കൊടുക്കും. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് കിട്ടി എല്ലാവരെയും ഒന്നും പുറത്താക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ മാത്രമാണ് പുറത്താക്കുക. അതും വെറുതെ പുറത്താക്കുകയൊന്നുമില്ല. ആദ്യമേ നിങ്ങൾക്ക് പറയുവാനുള്ള, നിങ്ങൾക്ക് എന്താണോ കൃത്യമായി കാര്യകാരണങ്ങൾ ബോധിപ്പിക്കുവാനായിട്ടുള്ള സമയമെല്ലാം തരും. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ചെറിയ ആക്സിഡന്റ് കേസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ അതൊന്നും നമ്മൾ എന്ത് ഇല്ല, ഈ ഒരു നിയമനത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഇതാണ് കൂടുതൽ ആളുകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റു കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു, നമ്മുടെ കഴിഞ്ഞ CSEB എക്സാമുകളുടെ ഷോർട്ട് ലിസ്റ്റ് എപ്പോഴത്തേക്ക് എത്തും? ഈ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ ക്ലാസ് 2 to 7 ഫൈനൽ ആൻസർ കീ വന്നു. മുൻപ് നമ്മുടെ ബാക്കിയുള്ള ബാങ്കുകളിലെല്ലാം ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് എന്ത് വരും? നമ്മുടെ ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നതായിരിക്കും. കട്ട് ഓഫ് പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് അല്ലേ, കട്ട് ഓഫ് എത്രയാണ്? എക്സാം കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ കൂടുതൽ ചോദിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് കട്ട് ഓഫ് എത്രയാണ്. ഇപ്പൊ എന്നോട് കൂടുതൽ ആളുകളും ചോദിച്ചിരിക്കുന്നത്, സാർ നമുക്ക് ഡിസംബർ 28 മുതൽ നടക്കുന്ന എക്സാമിന് കട്ട് ഓഫ് എത്ര വരും? എക്സാം നടന്നിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടില്ല, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിനു മുൻപേ തന്നെ ഇവരെന്ത് ചെയ്യുന്നു? കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? കൃത്യമായി പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് സ്കോർ മേടിക്കുവാനായിട്ടുള്ള ശ്രമമാണ് വേണ്ടത്. കട്ട് ഓഫിനെ കുറിച്ചൊന്നും ആലോചിച്ച് യാതൊരു ടെൻഷനും വേണ്ട. അതുപോലെ തന്നെ ഇൻ കേസ് ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമോ, അല്ല എങ്കിൽ എന്നെ ഈ ഒരു പോലീസ് ക്ലിയറൻസ് എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഒരു സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസിൽ ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാവത്തില്ല. അപ്പൊ ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ കമന്റ് ബോക്സിൽ നമ്മുടെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കാം. ആ ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. അതുപോലെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് കൂടി, സ്റ്റഡി ഗ്രൂപ്പിന്റെ
ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിന്റെ ലിങ്ക് കൂടി ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലായ CC ബാങ്ക് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കൂടി ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പൊ നിങ്ങളുടെ കൂടുതൽ ഡൗട്ടുകൾക്ക് മറുപടിയുമായിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്